എല്ലാവർക്കും നമസ്കാരം. കൃഷിയിലൂടെ നമ്മൾ അതിജീവിക്കുന്ന വാർത്തകൾ ഒരുപാട് പേർ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നിരവധി ആളുകളാണ് അവരുടെ ജീവിതത്തിൽ കൃഷിയിലൂടെ വരുമാനം കണ്ടെത്തുകയും അതിലൂടെ മാനസിക ഉല്ലാസം കണ്ടെത്തുകയും ചെയ്യുന്നവർ. അത്തരത്തിലൊരു ഫാമിലിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത്. കൊല്ലം കണ്ണനെല്ലൂരുള്ള ശുഭയുടെയും ഷാജിയുടെയും അവരുടെ മകൻ ആദർശിൻ്റെയും കൃഷിഭൂമിയിലേക്കാണ് നാം പോകുന്നത്. വളരെ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. ഇസ്രായേൽ മോഡലിലാണ്. ഇസ്രായേലിലെ കൃഷിരീതിയെ തീർത്തും അനുകരിച്ചു കൊണ്ടുള്ള ഒരു കൃഷിരീതിയാണ്. വളരെ മനോഹരമായിട്ടുള്ള രീതിയാണ്. ഇപ്പോൾ ഏതായാലും ഒരു 10-20 സെൻറ്റിനകത്ത് നല്ല മനോഹരമായിട്ടുള്ള പച്ചക്കറികളുടെ വിളവെടുപ്പ് നടക്കുകയാണ്. നമുക്കേതായാലും ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈ കാണുന്നതെല്ലാം കുക്കുംബറിൻ്റെ ഒരു വലിയ ശേഖരമാണ്. ഇതിനകത്തൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല. ഈ ഒരു നിര ഫുള്ള് പയറ്. ഇതാണ് സ്നോ വൈറ്റ് ഇനത്തിലുള്ള കുക്കുംബറിൻ്റെ, നമുക്കറിയാം നമ്മുടെ നാടൻ കുക്കുംബറിൻ്റെ ഒരു കുക്കുംബറാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ടല്ലേ. ഏകദേശം 3 മാസം വരെയൊക്കെ ഇതിൻ്റെ ഒരു ഷെല്ലിൻ്റെ ഒരു കട്ടി കൊണ്ട് തന്നെ കേടാവാതിരിക്കുന്ന തരത്തിലുള്ള സമ്രാട്ട് ഇനത്തിലുള്ള തക്കാളിയാണ് കേട്ടോ ഇത്. നല്ല രസമാണ്, വലിയ വലിപ്പമാണ് ഇതിനൊക്കെ. ശരിക്കും ഈ തോട്ടം കണ്ടെങ്കിലുണ്ടല്ലോ ഇവിടുന്ന് പോരാൻ തോന്നത്തില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കായലുണ്ട്. അപ്പോൾ കായലിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഈ കാണുന്ന പച്ചക്കറി തോട്ടം.
കീടനാശിനികളൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേക രീതിയിൽ തന്നെ ഇതിൻ്റെ നടീൽ സമയത്ത് തന്നെ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നത് കൊണ്ട് ഇവിടെ അധികം കീടനാശിനികളൊന്നും ഉണ്ടാവില്ല എന്നാണ് ചേച്ചിയുടെ മോനാണ് ഇപ്പോൾ കൂടെയുള്ളത്. മോൻ്റെ പേരെങ്ങനെ? എൻ്റെ പേര് ആദർശ് എന്നാണ്. ആദർശ് അല്ലേ? ഓക്കെ. മോനാണ് ചേച്ചിയെ സഹായിക്കുന്നത് അല്ലേ? അതെ അതെ ആണല്ലേ. ഓക്കെ. മോനിപ്പോൾ ഇതെന്താണ് വെണ്ട? ഇത് ഏതിനമാണ്? ഇത് സാമ്രാട്ടാണ്. സാമ്രാട്ടോ. ഓക്കെ ഓക്കെ. ഇത് സാമ്രാട്ട് എന്ന് പറഞ്ഞൊരു വെണ്ട. ഇതെന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിന് നോർമലി വെണ്ട ചെറിയ തന്നെ കായ്ക്കും. ഇതിന് മരം പോലെ വന്നിട്ട് കൂടുതൽ കായ്കളുണ്ടാവും. ഒരു 60 to 70 മാക്സിമം 100 വരെയൊക്കെ വരും കായ്കൾ. ഓക്കെ ഓക്കെ. ചെറിയ ചെടിയിലാണെങ്കിൽ പോലും നിറച്ചിങ്ങനെ വരും അല്ലേ? അതെ. ഓക്കെ. നമ്മൾ വെണ്ടയൊക്കെ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് മുറ്റിപ്പോകുന്നൊരു മരവുമ്പോൾ മാക്സിമം പിടിക്കും. ഒരു 6 വെറൈറ്റിയാണ്. ആണല്ലേ. ഓക്കെ. ഇതും തക്കാളിയുടെ ഇത് ഏതിനാണ്? അതും സെയിം തന്നെ, സാമ്രാട്ടാണ്. സാമ്രാട്ട് തന്നെയാണല്ലേ? ഓക്കെ. ഇത് കൾട്ടിവേഷൻ ടൈം കൂടുതലല്ല. എത്രയാണ്? ഇത് നമ്മൾ 60, 70 to 80 ഡേയ്സ് ഒക്കെ വരും കൾട്ടിവേഷൻ എടുക്കാനല്ലേ? അതുപോലെ ഷെൽ ലൈഫും കൂടുതലാണ്. ഓക്കെ. എത്ര? 3 മാസം വരെ? 3 മാസം വരെ. നല്ല പാവൽ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന പാവലിൻ്റെ പോലെ തന്നെ നല്ല വലിപ്പത്തിലുള്ള പാവലാണ് കേട്ടോ. ഈ പാവലിൻ്റെ പേരെന്താ? അതിൻ്റെ പേര് മായ. മായ. ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള നല്ല വലിപ്പമുണ്ടല്ലേ? വലിപ്പമുണ്ട്. എത്ര നാളെടുക്കും ഇത് പിടിച്ചു വരാനായിട്ട്? ഇതും അത് ഒരു 2.5 മാസം. 2.5 മാസത്തോടെ. കൾട്ടിവേഷൻ ടൈം കൂടുതലാണ്. നല്ല വൈറ്റ് കളറാണ്. നല്ല വൈറ്റ് ആണല്ലേ? വൈറ്റ് സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. അല്ല, ഇതിൻ്റെ ഡാർക്ക് ഉണ്ടോ? ഇവിടെ നമ്മൾ വൈറ്റ് ചെയ്തിട്ടുള്ളൂ. കെണികൾ സ്ഥാപിക്കാറുണ്ട്. ഇവിടെ നമ്മൾ വെച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ അധികം അസുഖങ്ങൾ കാണാറില്ല. നമ്മൾ അധികം വെച്ചിട്ട് ഉപയോഗിക്കാറില്ല. ഓക്കെ ഓക്കെ. അത് നമുക്ക് നോക്കി ഒരു തക്കാളിയിൽ നിറച്ച് ഇലക്കാളും കവിഞ്ഞിങ്ങനെ പൂത്ത് കിടക്കുന്നുണ്ടോ? നിറച്ച് തക്കാളികളാണ്. കൊല പോലെ കിടക്കുന്നുണ്ടോ? എന്ത് രസമല്ലേ കാണാൻ. ശുഭചേച്ചിയാണ്. ശുഭചേച്ചി ശരിക്കും വിളവെടുത്തോണ്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ വന്നത്. ചേച്ചി നമസ്കാരം. ഇത് ഈ നല്ല രീതിയിൽ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇതുവഴി പാസ് ചെയ്ത് പോയപ്പോൾ ചെറിയ രീതിയിൽ വിത്ത് ഇടുന്നേ ഉള്ളായിരുന്നു. ഇത്ര ഫാസ്റ്റായിട്ട് എങ്ങനെയാണ്? ഇത് ഏത് ഇനമാണ്? ഇത് നാന്താരി റോക്കറ്റോ? ഓക്കെ. നാന്താരി റോക്കറ്റ്. എന്താ ഇതിൻ്റെ പ്രത്യേകത? എന്താ? ഇത് നല്ല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വിത്തിനാണ്. നല്ല വിളവ് കിട്ടും. ഓക്കെ. ഇവിടെ ആരൊക്കെയാണ് ഇത് കൃഷി ചെയ്യുന്നത്? ഇത് ഞാനും മോനും അല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ ഈ പയർ കൂടാതെ വേറെ എന്തൊക്കെയുള്ളത്? വേറെ തക്കാളിയുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, പാവലുണ്ട്, പിന്നെ സലാഡ് വെള്ളരിയുണ്ട്, പിന്നെ കുമ്പളങ്ങയുണ്ട്. പച്ചമുളകണേ. കാര്യം ഫ്രെയിം ഔട്ടായിപ്പോയി. ഇത്തിരി ബാക്കിലോട്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഈ ക്യാമറ എടുക്കുന്നതേ. അപ്പോൾ എനിക്ക് അത്രയോട്ട് ഗ്രാഹ്യമില്ലാത്തതുകൊണ്ടൊരു ടെൻഷൻ. ശുഭചേച്ചിയാണ് ഇപ്പോൾ കൂടെയുള്ളത്. ചേച്ചി പയറൊക്കെ പറിച്ചുകൊണ്ട് നിൽക്കുന്ന ഇടയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ചേച്ചി ശരിക്കും ഇത് ഇന്നാൾ ഇതുവഴി പോയപ്പോൾ ഒരു കുഞ്ഞ് ചെറുതായിട്ട് വിത്ത് ഇടുന്നല്ലേ ഉള്ളായിരുന്നു. ഇപ്പോൾ പെട്ടെന്നായിരുന്നല്ലോ ഇതിൻ്റെയൊക്കെ വിളവ്. എന്താണ് ഇതിൻ്റെ രഹസ്യം? ഇത് നമ്മൾ പിന്നെ ഇങ്ങനെ പണ കോരിയിട്ട് പിന്നെ ഷീറ്റ് ഇട്ടിട്ട് അതിനകത്ത് പിന്നെ ഡോളോമെറ്റ് ഇട്ട് പിന്നെ വളവും കോഴിക്കാഷ്ടം ഇതൊക്കെ ഇതാണ് ഈ വിളവിനുള്ള ഏറ്റവും വലിയ. അപ്പോൾ ജൈവവളങ്ങൾ മാത്രമാണ്? ജൈവവളം മാത്രമാണ്. ആണോ? രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല? രാസവളം ഇല്ലല്ലേ? ഓക്കെ. പിന്നെ സ്ലെറി ഒഴിക്കും. സ്ലെറി എന്ന് വെച്ചാൽ പിന്നെ ചാണകവും വേപ്പ് പിണ്ണാക്കും കടല പിണ്ണാക്കും കൂടെ പുളിപ്പിച്ച് സ്ലെറിയായിട്ട് ഒഴിക്കുന്നതാണ്. ഓക്കെ ഓക്കെ. ഇവിടെ ഈ പയറല്ലാതെ വേറെ ഏതൊക്കെയാണ്? പയറല്ലാതെ വെണ്ടയുണ്ട്, തക്കാളിയുണ്ട്, പച്ചമുളകുണ്ട്, പാവലുണ്ട്,
പിന്നെ വെള്ളരി ഉണ്ട്. ഇത് ശരിക്കും ഈ ഒരു കൃഷി മെത്തേഡ് ഉണ്ടല്ലോ, നമ്മൾ ഇത് കാണുമ്പോൾ ആദ്യം മേലിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് പോലെയൊക്കെ വിരിച്ച് ആ ഒരു മെത്തേഡ് എന്ത് രീതി, ഇത് എവിടെ നിന്നാണ് ഇത്തരം രീതികൾ നിങ്ങൾ എടുത്തത്, അനുകരിച്ചത്? നമ്മൾ വേറെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. അത് ഇസ്രായേലിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ അല്ലേ? ഓ, ഇസ്രായേലിലെ കൃഷി രീതിയാണ്. കൃഷി രീതിയാണ്. ഓക്കെ ഓക്കെ. അതാകുമ്പോൾ കൂടുതൽ കളയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കളയൊന്നും അധികം പറിക്കണ്ട അല്ലേ? ഓക്കെ ഓക്കെ. വേറെ ഏതൊക്കെ ഇടാൻ പ്ലാൻ ഉണ്ട്? വേറെ ഇനിയിപ്പം തണ്ണിമത്തൻ ഇടാനൊക്കെ പ്ലാനാണ്. ഓക്കെ, തണ്ണിമത്തൻ ഇടാനൊക്കെയാണ് ഇനി പ്ലാൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് നല്ല രീതിയിലുള്ള പയറുകളാണ്, നല്ല നീളത്തിലാണ്. ഈ പയറുകളുടെ പേരും കൂടെ ഒന്ന് പറയാമോ ചേച്ചി? ഇത് റോക്കറ്റ് നാന്താരി. റോക്കറ്റ് നാന്താരി. ഓക്കെ. ഇതിലൂടെ നോക്കിയാൽ തക്കാളി കാണാം കേട്ടോ. നമുക്ക് തക്കാളിയും പാവലും പടവലും ഒക്കെ കാണാൻ പോവാം കേട്ടോ. തക്കാളി ചാടി എന്താ ഇത്? ബാംഗ്ലൂർ ഡെവലപ്പ് ചെയ്ത IHR സാമ്രാട്ട് എന്നാണ് ഈ തക്കാളിയുടെ പേര്. ഇത് വളരെ ഫാസ്റ്റായിട്ടൊക്കെ ഇട്ട് ഒരു 2-3 മാസം കൊണ്ട് തന്നെ നല്ല വിളവ് തരുന്ന വലിയ ഇനത്തിലുള്ള തക്കാളിയാണ് അല്ലേ? ഇത് നല്ല ഷെല്ലിന് നല്ല രീതിയിൽ കട്ടിയുള്ള ഇനത്തിലുള്ള സാമ്രാട്ട് എന്ന് പറയുന്ന ഒരു ടൊമാറ്റോയുടെ ഇനമാണ്. ഇത് 3 മാസം വരെ ഇരിക്കും, പഴുത്ത് കഴിഞ്ഞാലും 3 മാസം വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കുന്ന ഇനമാണ്. നമ്മൾ വിഷമുള്ള പച്ചക്കറികളാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ തക്കാളി കുറേ നാളിരുന്നാലും ഫാസ്റ്റായിട്ടിരിക്കും. നമ്മൾ ഒരിക്കലും എന്താ തക്കാളി കേടാകത്തില്ല. സംഭവം ഇതാണ്. ഇങ്ങനത്തെ പുതിയ ഇനത്തിലുള്ളതൊക്കെ വന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വിളവെടുപ്പാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ പച്ചക്കറി ഇനങ്ങളിലേക്ക് പോകാം. ഇത് സലാഡ് വെള്ളരി ഇല്ലേ? ഓക്കെ.